നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ ജനുവരി 19 മുതൽ ജനുവരി 25 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ വാരഫലത്തെ പറ്റിയാണ് പറയുന്നത്. അശ്വതി, മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിർവഹിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും. ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വന്തമായ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും. മനസ്സമാധാനം വർദ്ധിക്കുന്നതാണ്. ഭരണി, ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അധിക ചെലവ് അനുഭവപ്പെടും. പുത്രപൗത്രാദികളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ആരോഗ്യം ഗുണകരമായിരിക്കും. കാർത്തിക, ആശയവിനിമയങ്ങളിലെ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ ചെയ്തു തീർക്കും. ആരോഗ്യം ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം. രോഹിണി, വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. സൽക്കർമ്മങ്ങൾക്കും പുണ്യപ്രവർത്തികൾക്കുമായി പണം ചെലവാക്കും. കുടുംബത്തിൻ്റെ സ്വസ്ഥത കൂടുന്നതാണ്. മകയിരം, അത്യധ്വാനത്താൽ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടം വർദ്ധിക്കും. മക്കളുടെ വിവാഹത്തിൽ തീരുമാനമുണ്ടാവും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. തിരുവാതിര, ബന്ധുസഹായം കുറയും. വസ്തുവിൽപ്പന തൽക്കാലം നിർത്തിവെക്കേണ്ടി വരും. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ വിമുഖത കാട്ടരുത്. ആരോഗ്യം ശ്രദ്ധിക്കണം. പുണർതം, കാർഷിക മേഖലയിൽ നൂതന ആശയങ്ങൾ നടപ്പിലാക്കും. ഗുരുനാഥൻ്റെയും ഗുരുസ്ഥാനീയരുടെയും ആദരത്തിന് ഇടവാകും. കൂടാതെ നിങ്ങൾ വളരെയധികം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ സാധ്യതയുള്ള ഒരാഴ്ചയാണിത്. പൂയം, വസ്തുതർക്കം മധ്യസ്ഥർ മുഖാന്തരം പരിഹരിക്കാൻ സാധിക്കും. സുഹൃത്തിൻ്റെ സഹായത്താൽ സ്വന്തമായ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. ആയില്യം, അനാഥർക്ക് സാമ്പത്തിക സഹായം നൽകും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അന്തിമ നിമിഷത്തിൽ അംഗീകാരം ലഭിക്കും. മനസ്സമാധാനം ഉണ്ടാവുന്നതാണ്. മകം, ഭാര്യ ഭർത്ത് ഐക്യതയും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാവുന്നതാണ്. ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. പൂരം, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. ദാമ്പത്യ സൗഖ്യം, കുടുംബത്തിൽ മനസ്സമാധാനവും ഉണ്ടാവുന്നതാണ്. കൂടാതെ മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും. ഉത്രം, ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. ബന്ധുവിൻ്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുവാനിടവരും. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കൂടാതെ ആരോഗ്യത്തിലും ശ്രദ്ധ വേണം. അത്തം, ഉദ്ദിഷ്ട കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ഔദ്യോഗികമായി അത്യധ്വാനവും യാത്രാക്ലേശവും വർദ്ധിക്കും. ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരുന്നതാണ്. ചിത്തിര, വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. വിതരണ സമ്പ്രദായത്തിലുള്ള അപാകതകൾ പരിഹരിക്കാൻ ഉത്സാഹികളായ ജോലിക്കാരെ നിയമിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. ചോതി, വിദേശത്ത് വസിക്കുന്ന സുഹൃത്ത് കുടുംബസമേതം വരും. വാത പ്രമേഹ രോഗപീഠകൾ വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കുക. മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ടി വരും. വിശാഖം, കർത്തവ്യബോധം വർദ്ധിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. കൂടാതെ മത്സര പരീക്ഷകളിൽ വിജയിക്കും. ആരോഗ്യം ഗുണകരമായിരിക്കും. അനിഴം, പുത്രന് അന്തിമമായി ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വിദഗ്ധോപദേശം തേടാതെ ഒരു പ്രവൃത്തിയിലും പണം മുടക്കരുത്. വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാലാണിത്. തൃക്കേട്ട, മേലധികാരികളോട് വാക്തർക്കത്തിന് പോകരുത്. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കുക. പ്രവർത്തന വിജയത്തിനായി അത്യധ്വാനം കൂടുതലായിട്ടുള്ള പ്രവർത്തന യത്നങ്ങളും വേണ്ടിവരുന്നതായിരിക്കും. മൂലം, മാതാപിതാക്കളുടെ നിർബന്ധത്താൽ സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറാം. വിദേശത്ത് വസിക്കുന്ന ബന്ധുക്കൾ വിരുന്നു വരാം. അവ്യക്തമായ പണമിടപാടുകളിൽ നിന്നും പിന്മാറുക. പൂരാടം, ആശ്രയിച്ചു വരുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകും. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കും. പാരമ്പര്യ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കും.
ഉത്രാടം, വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക. പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉദ്യോഗം ലഭിക്കാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ആരോഗ്യം തൃപ്തികരമാണ്. തിരുവോണം, മക്കളുടെ വിവാഹത്തിന് തീരുമാനമുണ്ടാകും. ഔദ്യോഗികമായി സ്ഥാനക്കയറ്റവും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റവും ഉണ്ടാവാം. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അവിട്ടം, കൂടുതൽ ഊർജ്ജസ്വലരായ ഉദ്യോഗസ്ഥരെ സ്ഥാപനത്തിൽ ജോലിക്കെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണിത്. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. ചതയം, വ്യാപാരത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. ബന്ധുവിന് സാമ്പത്തിക സഹായം നൽകുവാൻ ഇടവരും. പൊതുപ്രവർത്തനങ്ങളിൽ പ്രാദേശിക പിന്തുണ ലഭിക്കും. പൂരുരുട്ടാതി, വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായികൾക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള ആഴ്ചയാണിത്. പുതിയ വ്യാപാരം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കടം വാങ്ങാൻ ഇടയുണ്ട്. ഉത്രട്ടാതി, പുത്രന് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഉദ്യോഗം ലഭിക്കും. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കേണ്ടി വരും. മത്സര പരീക്ഷകളിൽ വിജയിക്കാനുള്ള ഭാഗ്യമുണ്ട്. രേവതി, ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. ആരോഗ്യം വളരെയധികം സൂക്ഷിക്കേണ്ട ആഴ്ചക്കാലമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.